الحمد لله نعبده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا توبوا إلى الله توبة نصوحا عسى ربكم أن يكفر عنكم سيئاتكم ويدخلكم جنات تجري من تحتها الأنهار يوم لا يخزي الله النبي والذين آمنوا معه نورهم يسعى بين أيديهم وبأيمانهم يقولون ربنا أتمم لنا نورنا واغفر لنا إنك على كل شيء قدير. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, സർവശക്തനായ അള്ളാഹുവിനെ ഭയപ്പെട്ട് നമ്മുടെ ഇടപാടുകളിലെല്ലാം ഇസ്ലാമിക നിയമങ്ങൾ പാലിച്ച് കഴിയുന്നിടത്തോളം മുത്തഖിയായി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ വസിയത്ത് ചെയ്യുകയാണ്. മനുഷ്യൻ കുറ്റങ്ങൾ ചെയ്തു പോകുന്നു, കൂട്ടത്തിൽ നന്മകളും ചെയ്യുന്നുണ്ട്. തിന്മകൾ ചെയ്തു പോവുക എന്നത് സ്വാഭാവികമാണ്. അതേപോലെ അവൻ നന്മകളും പ്രവർത്തിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ കുല്ലു ബനി ആദമ ഖത്താഊൻ വഖൈറുൽ ഖത്താഈന അത്തവാബൂൻ. മനുഷ്യപുത്രന്മാരെല്ലാം തെറ്റ് ചെയ്യുന്നവരാണ്. തെറ്റ് ചെയ്യുന്നവരിൽ ഉത്തമന്മാർ പശ്ചാത്തപിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ വന്നുപോകുന്ന തെറ്റുകളിൽ ഖേദവും സങ്കടവും ഉണ്ടാവുകയും കഴിവിൻ്റെ പരമാവധി നന്മകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുകയാണ് ഒരു വിശ്വാസി അവൻ്റെ നിത്യ ജീവിതത്തിൽ നിർവഹിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ബാധ്യത. വിശുദ്ധ ഖുർആനിൽ സൂറത്തു തഹരീം അതിൻ്റെ 8-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു തൂബൂ ഇലല്ലാഹി തൗബത്തൻ നസൂഹ. വിശ്വാസികളായ ആളുകളെ, നിങ്ങൾ വളരെ നിഷ്കളങ്കമായി ആത്മാർത്ഥമായി നിങ്ങൾ അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുക. അസാ റബ്ബുക്കും അൻ യുകഫിറ അൻകും സയ്യിആതികും. അങ്ങനെ നിങ്ങൾ പശ്ചാത്തപിക്കുന്ന പക്ഷം നിങ്ങളുടെ തിന്മകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പുറത്തു തന്നേക്കാം. വയുദ്ഖിലകും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ.
താഴ്ഭാഗത്തു കൂടി നദികൾ ഒഴുകുന്ന ആരാമങ്ങളിൽ, തോട്ടങ്ങളിൽ നിങ്ങളെ അവൻ പ്രവേശിപ്പിക്കുകയും ചെയ്തേക്കാം. ആ ദിവസം യൗമ ലാ യുഖ്സില്ലാഹു നബിയ്യ വല്ലദീന ആമനൂ മഅഹ്, പ്രവാചകനെയും പ്രവാചകനിൽ വിശ്വസിച്ച സത്യവിശ്വാസികളെയും അള്ളാഹു മാനം കെടുത്താത്ത ദിവസം. യൗമ ലാ യുഖ്സില്ലാഹു നബിയ്യ വല്ലദീന ആമനൂ മഅഹ്, അവർക്ക് യാതൊരു മാനക്കേടും ഉണ്ടാവുകയില്ല. അവരൊരിക്കലും അള്ളാഹു വഷളാക്കി കളയുകയില്ല. അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും ആ ദിവസം. അങ്ങനെയുള്ള ദിവസത്തിൽ നൂറുഹും യസ്ആ ബൈന ഐദീഹിം വബി ഐമാനിഹിം, അവരുടെ വിശ്വാസത്തിൻ്റെ വെളിച്ചം, ആ തെളിച്ചം അതവരുടെ മുൻഭാഗത്തുകൂടെയും അവരുടെ വലഭാഗത്തുകൂടെയും അവരെ വഴി നടത്തും. കാരണം അവിടെ വെളിച്ചം കെട്ടുപോകുന്ന ഒരു ദിവസമാണ്, അവിടെ വെളിച്ചം കിട്ടാത്ത ഒരു ദിവസമാണ്. പാപത്തിൻ്റെയും കൊള്ളരുതായ്മകളുടെയും അന്ധകാരങ്ങളിൽ അന്താളിച്ചു നിൽക്കുന്നവരാണ് യഥാർത്ഥത്തിൽ അന്ന് കുറ്റവാളികൾ. അതുകൊണ്ട് ഈ വെളിച്ചവുമായി നടക്കുന്ന വിശ്വാസികളോട് അല്പം വെളിച്ചം തരുമോ എന്ന് യാചിച്ചു കൊണ്ടിരിക്കുകയാണ് അവർ. അതേസമയം നിങ്ങൾ ദുനിയാവിലേക്ക് മടങ്ങിപ്പോയിക്കോളൂ, നിങ്ങൾക്കുള്ള വെളിച്ചം അവിടെയാണുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് നിർദ്ധയം അവരുടെ ആവശ്യം വിശ്വാസികൾ തിരസ്കരിക്കുകയാണ് ചെയ്യുക. എന്നാൽ യഥാർത്ഥ പശ്ചാത്താപവും സൽക്കർമ്മത്തോടുകൂടിയും നല്ല മുഅ്മിനായി പരലോകത്തെത്തുന്നവരെ അള്ളാഹു ഒരിക്കലും വഷളാക്കുകയില്ല. അവരുടെ മുന്നിലൂടെയും അവരുടെ വലഭാഗത്തുകൂടെയും യസ്ആ ബൈന ഐദീഹിം വബി ഐമാനിഹിം നൂറുഹും, അവരുടെ വെളിച്ചം അത് അവരെ വഴി നടത്തി അവരോടൊപ്പം സഞ്ചരിക്കും. യഖൂലൂന, മാത്രമല്ല അവർ അള്ളാഹുവിനോട് തേടിക്കൊണ്ടിരിക്കുന്നു. എന്താ തേടുന്നത്? റബ്ബന അത്മിം ലനാ നൂറന, പടച്ചവനെ ഞങ്ങൾക്ക് നീ നൽകിയ ഈ വെളിച്ചം അതിൻ്റെ പരിപൂർത്തിയിൽ എത്തിക്കണമേ. വഗ്ഫിർ ലനാ, ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ. ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ, നീ എല്ലാറ്റിനും കഴിവുള്ളവനാണ്. ഇങ്ങനെ പശ്ചാത്തപിക്കുന്നത് കൊണ്ട് നമ്മുടെ കുറ്റങ്ങൾ അള്ളാഹുവിനോട് എടുത്തു പറഞ്ഞ് അതിൽ ഖേദം പ്രകടിപ്പിച്ച് നമ്മുടെ ഉള്ള ജീവിതത്തെ വിശുദ്ധമാക്കുന്നത് കൊണ്ട് ഒരു കുറവും നമുക്ക് വരാനില്ല. കാരണം ഏറ്റവും നല്ല മനുഷ്യന്മാർ അവരുടെ ജീവിതത്തിൽ പതിവായി ചെയ്തിരുന്ന കാര്യമാണ് ഇത്, അള്ളാഹുവിനോട് ഖേദിച്ചു മടങ്ങൽ. പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് പടച്ചവനോട് ഏറ്റുപറയൽ. അമ്പിയാക്കന്മാരുടെ സ്വഭാവത്തെക്കുറിച്ച് പല പ്രവാചകന്മാരുടെയും പേരിൽ അവർ ചെയ്തുകൊണ്ടിരുന്ന കർമ്മങ്ങൾ ഖുർആനിൽ പരാമർശിക്കുന്നുണ്ട്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് അള്ളാഹു പറയുന്നു, ഇന്ന ഇബ്രാഹിം ല ഹലീമുൻ അവ്വാഹു മുനീബ്, സൂറത്ത് ഹൂദിൻ്റെ 75-ാമത്തെ വചനം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ആരാണ്? ല ഹലീം, വിവേകശാലിയാണ്. അവിവേകം ഒരിക്കലും അദ്ദേഹത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നു പോവുകയില്ല. അവ്വാഹുൻ, ആരെങ്കിലും പ്രയാസപ്പെടുകയാണെങ്കിൽ അതിൽ വേദനയുള്ളവനാണ്. ലൂത്ത് നബിയുടെ ജനത, അവരെ നശിപ്പിക്കാൻ വേണ്ടിയാണ് അള്ളാഹു ഞങ്ങളെ അയച്ചത് എന്ന് മലക്കുകൾ പറഞ്ഞപ്പോൾ അവിടെ ലൂത്തില്ലേ, ലൂത്തിൽ വിശ്വസിച്ച ജനങ്ങളില്ലേ, അപ്പം നിങ്ങൾ അവരെ ഒന്നണക്കം നശിപ്പിച്ച് കളഞ്ഞാലോ എന്ന് ആശങ്ക പ്രകടിപ്പിച്ച ആളാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. മുനീബ്, ഖേദിച്ചു മടങ്ങുന്നവരാണ്. എന്തെങ്കിലും ഒരു തകരാറ് സംഭവിച്ചാൽ ഉടനെ തന്നെ പടച്ചവനോട് പൊറുക്കൽ തേടുന്നവരാണ്. അതാണ് മുനീബ് എന്ന് പറഞ്ഞ വാക്കിനർത്ഥം. അതുപോലെ തന്നെ ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വ ഇലൈഹി മുനീബ്. എൻ്റെ എല്ലാ കഴിവുകളും എൻ്റെ എല്ലാ സാധ്യതകളും അത് പടച്ചവനെ കൊണ്ട് മാത്രം സംഭവിക്കുന്നതാണ്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു, അതുകൊണ്ട് ഞാൻ അവൻ്റെ മേൽ ഭരമേൽപ്പിക്കുന്നു. മാത്രമല്ല വ ഇലൈഹി ഉനീബ്, അവൻ്റെ അടുക്കലേക്ക് ഞാൻ ഖേദിച്ചു മടങ്ങുന്നു. ഇത് ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് ഖുർആൻ പറയുന്നു, വളന്ന ദാവൂദു ഇന്നമാ ഫതന്നാഹു ഫസ്തഗ്ഫറ റബ്ബഹു വഖറ റാഖിഅൻ വനാബ്. രണ്ടാളുകൾക്കിടയിൽ ദാവൂദ് നബി പറഞ്ഞ വിധി അതല്പം തെറ്റിപ്പോയി.
ഉടനെ തന്നെ പടച്ച തമ്പുരാൻ ആ തെറ്റ് അദ്ദേഹത്തിനെ ബോധ്യപ്പെടുത്തി. ശരിയായ വിധിയിലേക്ക് മടങ്ങാൻ അദ്ദേഹത്തിന് കാരണമുണ്ടാക്കി. അതൊരു സംഭവമാണ്, ചരിത്രം വേറെയാണ്. അങ്ങനെ ആ തെറ്റ് തിരുത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ശുദ്ധമായ സ്വഭാവത്തെക്കുറിച്ച് ഖുർആൻ എടുത്തു പറഞ്ഞു. എന്താ എടുത്തു പറഞ്ഞത്? വല്ലന്ന ദാവൂദു അന്നമാ ഫതന്ന. ദാവൂദ് നബി വിചാരിച്ചു നാം അദ്ദേഹത്തെ പരീക്ഷിച്ചതാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. ഫസ്തഗ്ഫറ. ആ തെറ്റിൽ അദ്ദേഹം പടച്ചവനോട് ഇസ്തിഗ്ഫാർ നടത്തി. വസ്തഗ്ഫറ റബ്ബഹു. തൻ്റെ രക്ഷിതാവിനോട് അദ്ദേഹം ഇസ്തിഗ്ഫാർ നടത്തി. വഖറ റാഖിഅൻ. റുകൂഅ് ചെയ്തുകൊണ്ട് പടച്ചവൻ്റെ മുമ്പിൽ അദ്ദേഹം കുമ്പിട്ടു. വഅനാബ്. അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ഖേദിച്ചു മടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങൾ അള്ളാഹുവിനോട് പശ്ചാത്തപിക്കണം. കാരണം ഞാൻ അള്ളാഹുവിനോട് ഒരു ദിവസം 100 മറ 100 തവണ ഇസ്തിഗ്ഫാർ നടത്തുന്നു. ഒരു പാപവും വരാൻ സാധ്യതയില്ലാത്ത കാവൽ ലഭിക്കപ്പെട്ട പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് കൂടി അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുന്ന ആളാണ്. അതിന് 100 തവണ എന്നൊരു റിവായത്തിലും 70 തവണ എന്ന് മറ്റൊരു റിവായത്തിലും വന്നിട്ടുണ്ട്. അപ്പോൾ പ്രവാചകൻ്റെ ഇസ്തിഗ്ഫാർ ശുക്റാണ്, അള്ളാഹുവിന് നന്ദി കാണിക്കലാണ് ആ ഇസ്തിഗ്ഫാർ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിന് ഏറ്റവും വലിയൊരു സുരക്ഷിതത്വവും നിർഭയത്വവും കിട്ടുവാൻ ആ അള്ളാഹുവിനോട് നമ്മൾ ഖേദിച്ച് മടങ്ങിയേ പറ്റൂ. ആർക്കാണ് സ്വർഗം അടുപ്പിച്ചു കൊടുക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഉസ്ലിഫത്തിൽ ജന്നത്തുൽ മുത്തഖീന ഗൈറ ബഈദ് ഹാദാ മാ തുഅദൂന ലികുല്ലി അവ്വാബിൻ ഹഫീദ് മൻ ഖശിയർ റഹ്മാന ബിൽ ഗൈബി വജാഅ ബിഖൽബിൻ മുനീബ്. സൂറത്ത് ഖാഫിൽ 31-ാമത്തെ വചനം മുതൽ 33-ാമത്തെ വചനം വരെ. ഉസ്ലിഫത്തിൽ ജന്നത്തുൽ മുത്തഖീന ഗൈറ ബഈദ്. അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ആളുകൾക്ക് സ്വർഗം അടുപ്പിച്ചു കൊടുക്കും. പെട്ടെന്ന് അങ്ങോട്ട് കടന്നു കയറാൻ എളുപ്പമാകുന്ന വിധം സ്വർഗത്തെ അവരോട് അടുപ്പിച്ചു കൊടുക്കും. എന്നിട്ട് ലിൽ മുത്തഖീന സൂക്ഷിക്കുന്ന ആളുകൾക്ക് ഗൈറ ബഈദ് ഒരിക്കലും ദൂരമല്ലാത്ത വിധം ഏറ്റവും പെട്ടെന്ന് സ്വർഗത്തിലേക്ക് കയറാൻ. ഹാദാ മാ തുഅദൂന ലികുല്ലി അവ്വാബിൻ ഹഫീദ്. ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തിയ തെറ്റുകളിൽ പടച്ചവൻ്റെ മുമ്പിൽ ഖേദം പ്രകടിപ്പിക്കുന്ന ആളുകൾക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഈ പവിത്രത, ഈ മഹത്തായ പ്രതിഫലം അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടത് ഖേദിച്ചു മടങ്ങുന്നവർക്കാണ്. ആരാണ് ഖേദിച്ചു മടങ്ങുന്നവർ? മൻ ഖശിയർ റഹ്മാന ബിൽ ഗൈബി. പടച്ചവനെ അവർ കാണുന്നില്ല, എന്നിട്ട് പോലും അവർ പടച്ചവനെ ഭയപ്പെട്ട് ജീവിക്കുന്നു. വജാഅ ബിഖൽബിൻ മുനീബ്. ഖേദമുള്ള ഒരു ഹൃദയവുമായി അവർ പടച്ചവൻ്റെ അടുക്കലേക്ക് എത്തിച്ചിരിക്കുന്നു. തെറ്റുകളിൽ വേദനയുള്ള, ബേജാറുള്ള, പോരായ്മകളിൽ ആകെക്കൂടി ആശങ്കപ്പെട്ടുകൊണ്ട് പടച്ചവൻ്റെ പൊറുക്കൽ തേടിയാണ് അവർ അവിടെ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ജീവിതത്തിൽ ഇസ്തിഗ്ഫാറും പശ്ചാത്താപവും വർദ്ധിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഗുണങ്ങൾ ഒരുപാടുണ്ട്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റിസ്ക് ലഭിക്കാനും ജീവിതത്തിൽ സൗഭാഗ്യമുണ്ടാകാനും സന്തോഷകരമായ ജീവിതം നമുക്ക് ലഭിക്കാനും ബുദ്ധിമുട്ടുകളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നുമൊക്കെ നമ്മളെ അള്ളാഹു രക്ഷപ്പെടുത്താനും ഏറ്റവും വലിയ ആയുധം ഇസ്തിഗ്ഫാറും തൗബയുമാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നു. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തെ ജനങ്ങളോട് ഉപദേശിച്ച ഉപദേശം സൂറത്ത് നൂഹ്, അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെയുള്ള ഒരു സൂറത്തുണ്ട് ഖുർആനിൽ. അതിൽ വന്നിട്ടുണ്ട്, ഫഖുൽതു അസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ വയുംദിദുക്കും ബിഅംവാലിൻ വബനീന വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറ മാ ലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ. ഫഖുൽതു, ഞാൻ അവരോട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ അഭിസംബോധിതരായ ആ ബഹുദൈവ വിശ്വാസികളോട്, തെറ്റായ ജീവിതം നയിക്കുന്ന ആളുകളോട് അദ്ദേഹം പറഞ്ഞു, ഇസ്തഗ്ഫിറു റബ്ബക്കും, നിങ്ങൾ തെറ്റുകളൊക്കെ ഒന്ന് അവസാനിപ്പിച്ച് പടച്ചവനോട് നിങ്ങൾ പൊറുക്കലിനെ തേടുക. ഇന്നഹു കാന ഗഫാറ, അവൻ അങ്ങേയറ്റം പൊറുക്കുന്നവനാണ്. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ, വർഷക മേഘങ്ങൾ അയച്ചുകൊണ്ട് തുരുതുരാ മഴ പെയ്യിച്ച് നിങ്ങളുടെ ഈ വരണ്ടുണങ്ങിയ ഭൂമിയിൽ ധാന്യങ്ങളും സസ്യലതാദികളും ആഹാര വസ്തുക്കളും അവ മുളപ്പിക്കും. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ വയുംദിദുക്കും, നിങ്ങളെ അവൻ സഹായിക്കും. വയുംദിദുക്കും ബിഅംവാലിൻ വബനീന, ധാരാളക്കണക്കിന് സ്വത്തുക്കൾ കൊണ്ടും മക്കളെ കൊണ്ടും പണവും സന്താനങ്ങളും
സമ്പത്തും സന്താനങ്ങളും അതെല്ലാം നിർലോഭം നിങ്ങൾക്ക് അള്ളാഹു നൽകും. വയജഅല്ലക്കും ജന്നാത്തിൻ, നിങ്ങൾക്ക് അവൻ ആരാമങ്ങൾ, ധാരാളക്കണക്കിന് സസ്യലതാദികൾ വളർന്ന് വലുതായി പുഷ്പിച്ച് കായ്ച്ചു നിൽക്കുന്ന ആ മനോഹരമായ തോട്ടങ്ങൾ അവൻ നിങ്ങൾക്ക് നൽകും. വയജഅല്ലക്കും അൻഹാറ, നിങ്ങൾക്ക് വെള്ളമെടുക്കാൻ പറ്റുന്ന നല്ല ശുദ്ധമായ ജലമൊഴുകുന്ന പുഴകൾ അവൻ നിങ്ങൾക്ക് സംവിധാനിച്ചു തരും. ഇതൊക്കെ നൂഹ് നബി അവരോട് എന്നിട്ട് പറയാണ്, മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ, എല്ലാം നിങ്ങളെ അറിയിച്ചു തന്നിട്ടും എന്തുകൊണ്ട് പടച്ചവൻ്റെ കാര്യത്തിൽ നിങ്ങൾക്കൊരു ഗാംഭീര്യം തോന്നില്ല, ഒരു ഗൗരവം തോന്നുന്നില്ല, എല്ലാം നിങ്ങൾ നിസ്സാരമായി കളയുകയാണ് എന്ന് നൂഹ് നബി അലൈഹി സ്വലാം പരിതപിക്കുന്നു. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പശ്ചാത്തപിക്കുവാനും പടച്ചവനോട് പൊറുക്കൽ തേടാനും ആവശ്യപ്പെടുന്ന നിരവധി ആയത്തുകളുണ്ട്. തൂബൂ ഇലല്ലാഹി ജമിഅ, നിങ്ങൾ ഒന്നടങ്കം നിങ്ങളുടെ കുറ്റങ്ങളിൽ നിന്ന് പടച്ചവനോട് പശ്ചാത്തപിക്കണം. അയ്യുഹൽ മുഅ്മിനൂൻ ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കുന്നവരായേക്കാം. അതുകൊണ്ട് കുറ്റങ്ങൾ സംഭവിക്കാത്തവരില്ല. പക്ഷെ ആ കുറ്റങ്ങളിൽ നിന്ന് മോചിതനായി അത് നിർത്തിവെച്ച് പടച്ചവൻ്റെ അടുക്കലേക്ക് കൂടുതൽ അടുപ്പം സാമീപ്യം തേടുന്നവരാണ് യഥാർത്ഥ വിശ്വാസം. ആ കാര്യം വിശുദ്ധ ഖുർആനിൽ നമ്മെ പലപ്പോഴും ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, വിശ്വാസികളായ ആളുകളെ ഒരിക്കലും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങൾ നിരാശപ്പെടരുത് എന്ന് പ്രത്യേകം വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ആശ്വാസവാക്കുകൾ നൽകുന്നു. പടച്ചവൻ എല്ലാ കുറ്റങ്ങളും പൊറുക്കുന്നവനാകുന്നു എന്നും അള്ളാഹു അതിൽ കൂട്ടിച്ചേർക്കുന്നു. അതുകൊണ്ട് നാം ഓരോരുത്തരും നമ്മുടെ വീഴ്ചകളെക്കുറിച്ച് ആലോചിച്ച് നമ്മളെ തന്നെ വിചാരണ ചെയ്ത് തെറ്റുകൾ തിരുത്തി കൂടുതൽ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് എപ്പോഴും ആ മരണത്തെ കാത്തിരിക്കണം. കാരണം ഏത് സമയത്താണ് തൗബ ഒരിക്കലും അല്ലെങ്കിൽ പശ്ചാത്താപം നമുക്ക് പിന്തിച്ചുകൂടാ. കാരണം അത് ഏത് സമയത്താണ് മരണം വരുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നൽ മുഅ്മിന യറാ ദുനൂബഹു കഅന്നഹു ഖാഇദുൻ തഹ്ത ജബലിൻ യഖാഫു അൻ യഖഅ അലൈഹി വ ഇന്നൽ ഫാജിറ യറാ ദുനൂബഹു കദുബാബിൻ മറ അല അംഫിഹി. എത്ര നല്ല ഉദാഹരണം! പ്രമുഖനായ സഹാബി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറയാണ്, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കുറ്റങ്ങൾ അവൻ ഒരു മലയെ ചാരി ഇരിക്കുന്നവനെ പോലെയാണ്. എപ്പോഴും ആ വലിയ വൻമല തൻ്റെ മേൽ വന്ന് ആപതിക്കുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് മലഞ്ചെരുവിൽ ഇരിക്കുന്നവനെ പോലെയാണ് ഒരു തെറ്റ് ചെയ്ത വിശ്വാസി. അവൻ്റെ പാപങ്ങൾ, അവൻ്റെ പോരായ്മകൾ അതൊന്നടങ്കം അവൻ്റെ മേൽ ഒരു മഹാമാരിയായി, ഒരു മഹാ അപകടമായി തന്നെ വന്ന് വിഴുങ്ങിക്കളയുമോ എന്നവൻ ഭയപ്പെടുന്നു. എന്നാൽ ഫാജിർ കുറ്റങ്ങളിൽ നിരതമായി, അതിൽ യാതൊരുവിധ സൂക്ഷ്മതയും കാണിക്കാതെ നിരന്തരമായി കുറ്റകൃത്യങ്ങളിൽ വിഹരിച്ച് നടക്കുന്ന ഒരു കുറ്റവാളി, അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പാപങ്ങൾ ഒരു ഈച്ചയെ പോലെയാണ്. ഒരു മൂക്കുമേൽ തൊട്ട് പാറിപ്പോയ ഒരു ഈച്ച, അതിനൊരു വിലയും അവൻ കൊടുക്കുന്നില്ല എന്നതുപോലെ കുറ്റങ്ങൾ അവൻ അതീവ നിസ്സാരമാണ്. അവനെ സംബന്ധിച്ചിടത്തോളം അതാണ് ആ കുറ്റങ്ങളിൽ അവൻ കാണുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ഖേദിച്ചു മടങ്ങുന്നവർക്ക് ഉന്നതമായ സ്ഥാനമാണുള്ളത്. പാപമോചനത്തിൻ്റെ എല്ലാ കവാടങ്ങളും തുറന്നുകൊണ്ടിരിക്കുന്നവരാണ് അല്ലാഹു. അത്തരം അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുന്ന ഉത്തമരായ വിശ്വാസികളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. اللهم صل وسلم وبارك على عبدك ورسولك محمد وعلى آله وصحبه والذين اتبعوهم بإحسان إلى يوم الدين. أما بعد أيها الإخوان أوصيكم ثانيا بتقوى الله. സഹോദരന്മാരെ, ഒന്നുകൂടി അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നോടും നിങ്ങളോട് ഞാൻ ഉണർത്തുകയാണ്. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ഉദാര മനസ്കതയെക്കുറിച്ചും കുറ്റം ചെയ്ത ആളുകളോടുള്ള അവൻ്റെ ദയാവായ്പിനെക്കുറിച്ചും ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു, തുഅറദുൽ ഫിത്ന അലൽ ഖുലൂബ് കൽ ഹസീരി ഊദൻ ഊദൻ. മനുഷ്യൻ പാപത്തിലേക്ക് ക്രമേണ പാപിയായി മാറുന്നതിൻ്റെ ഒരു ചിത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരച്ചു കാണിക്കുകയാണ്. മനുഷ്യഹൃദയങ്ങളുടെ മേൽ കുഴപ്പങ്ങൾ, നാശങ്ങൾ അവൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടും.
കൽ ഹസീരി, പായ പോലെ അതിൻ്റെ ഓരോ ഇഴകളും ഓരോ ഓലകളും ഓരോന്നോരോന്നായി അവൻ്റെ മുമ്പിൽ കാണിക്കപ്പെടും. ഫഅയ്യു ഖൽബിൻ ഉശ്രിബഹ നുക്ത ഫീഹി നുക്തത്തൻ സൗദാ. ഏതൊരു മനുഷ്യനാണോ ആ പാപത്തിൽ എത്തിപ്പെടുന്നത്, കുറ്റം ചെയ്യുന്നതിനോടുകൂടി അവൻ്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീഴും. അപ്പോൾ ഓരോ കുറ്റവും നമ്മുടെ ഹൃദയത്തിൽ വരച്ചു വെക്കുന്ന ഒരു കറുത്ത പുള്ളിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വഅയ്യു ഖൽബിൻ അൻകറഹ, എന്നാൽ കുറ്റങ്ങൾ അതിൽ ഞാൻ ചെന്ന് ചാടുകയില്ല, എനിക്കത് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്തിരിഞ്ഞവൻ, അൻകറഹ, ആ കുറ്റത്തെ മാറ്റി നിർത്തിയവൻ, അതിൽ നുക്കിത്ത ഫീഹി നുക്തത്തുൻ ബൈളാ, അവൻ്റെ ഹൃദയത്തിൽ ഒരു വെളുത്ത പുള്ളി അഥവാ കറുത്ത പുള്ളിക്ക് പകരം വെളുത്ത പുള്ളി മാർക്ക് ചെയ്യപ്പെടും. ഹത്താ തസീർ അലാ ഖൽബൈനി, അങ്ങനെ ഓരോ മനുഷ്യനും രണ്ട് ഹൃദയമുണ്ടാകും. ഒന്ന് വെളുത്ത അടയാളങ്ങളുള്ള ഹൃദയവും മറ്റൊന്ന് കറുത്ത അടയാളങ്ങളുള്ള ഹൃദയവും. മിസ്ല സഫാ ഫലാ തദുറുഹുൽ ഫിത്ര മാ ദാമത്തി സമാവാതു വൽ അർദ്. അങ്ങനെ ആ പ്രകാശപൂരിതമായ ഹൃദയമുള്ള മനുഷ്യനെ ആകാശഭൂമികൾ നിലനിൽക്കുന്നിടത്തോളം കാലം അവന് യാതൊരു ഫിത്തനകളും അവനെ ബാധിക്കുകയില്ല. എന്നാൽ കറുത്ത ഹൃദയം അത് പ്രധാനമായും അവൻ്റെ വെളുത്ത ഹൃദയത്തേക്കാൾ കറുത്ത ഹൃദയം അവനെ അതിജയിച്ച് കളഞ്ഞാൽ അത് എന്താണ്? മിർബാദൻ, അത് ഒരു വളരെ കുടുസായ ഒരു കമഴ്ത്തി വെച്ച പാത്രം പോലെ. എന്നിട്ട് ഇനായിൽ മഖ്ലൂബിൽ മുതഗയ്യിർ, ഇങ്ങനെ തിരിച്ച് വായ വെച്ചിട്ടുള്ള ഒരു ഹൃദയം പോലെ. ലാ യാരിഫു മഅറൂഫ, അങ്ങനെ മൂടി വെച്ചൊരു പാത്രം എന്ന് പറഞ്ഞ് നബി ഉപമിച്ചത് ലാ യാരിഫു മഅറൂഫ, നന്മ എന്താണെന്ന് അവൻ തിരിച്ചറിയില്ല. വലാ യുൻകിറു മുൻകറ, ഒരു തെറ്റിനെയും കണ്ടാൽ അതെനിക്ക് വേണ്ട എന്നവൻ വെക്കുകയില്ല. അവനറിയില്ല, അവൻ അതുമായി താദാത്മ്യം പ്രാപിച്ചു, അതുമായി ബന്ധപ്പെട്ടു പോയിട്ടുണ്ട്. ഇല്ല മാ ഉശ്രിബ മിൻ ഹവാഹു, അവൻ്റെ അവൻ്റെ ദേഹേച്ഛ ആവശ്യപ്പെടുന്നതെന്തോ അതൊക്കെ അവൻ പ്രവർത്തിക്കും. അതുകൊണ്ട് പൂർണ്ണമായും പശ്ചാത്താപം സ്വീകരിക്കുന്ന, തൗബ സ്വീകരിക്കുന്ന ആ റബ്ബിനെ നാം എപ്പോഴും ഓർക്കുകയും അവനോട് സങ്കടം പറഞ്ഞ് കുറ്റത്തിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യണം. ആ റബ്ബിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുന്നത് മൻ അമില സൂഅൻ വയദ്ലിം നഫ്സഹു സുമ്മ യസ്തഗ്ഫിറുല്ലാഹ യജിദുല്ലാഹ ഗഫൂറർ റഹീമ. സൂറത്തുൻ നിസായിലെ 110-ാമത്തെ വചനം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ആരെങ്കിലും ഒരു തെറ്റ് ചെയ്തു. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നിസാ 110-ാമത്തെ വചനം എന്താണ്? വമൻ യഅമൽ സൂഅൻ ഔ യദ്ലിം നഫ്സഹു, എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു, തന്നോട് തന്നെ വല്ല അനീതി പ്രവർത്തിച്ചു പോയി. സുമ്മ യസ്തഗ്ഫിറുല്ലാഹ, പിന്നെ അല്ലാഹുവിനോട് അവൻ ഇസ്തിഗ്ഫാർ നടത്തിയാൽ യജിദില്ലാഹ ഗഫൂറൻ, അള്ളാഹുവിനെ പാപങ്ങൾ പൊറുക്കുന്നവനായിട്ടും റഹീമൻ, കാരുണ്യവാനുമായിട്ടും അവൻ കാണും. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഖാല സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന ഖുദ്സിയായ ഒരു ഹദീസ്. എന്താണ്? അള്ളാഹു പറയുന്നതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല തബാറകല്ലാഹു വതആല, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഇബ്ന ആദം ഇന്നക ലൗ അതൈതനി ബിഖുറാബിൽ അർളി ഖതായ സുമ്മ ലഖീതനി ലാ തുശ്രികു ബി ഷൈഅൻ ലാ അതൈതുക ബിഖുറാബിഹാ മഗ്ഫിറ. ഇത് തിർമിദി ഉദ്ധരിച്ച സഹീഹ ഹദീസാണ്. എന്താണ്? ഖാല തബാറകല്ലാഹു വതആല, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിരിക്കുന്നു, യബ്ന ആദമ, മനുഷ്യപുത്ര, ഇന്നക ലൗ അതൈതനി ബിഖുറാബിൽ അർളി ഖതായ, ഈ ഭൂമി നിറയെ പാപങ്ങളുമായി നീ എൻ്റെ അടുക്കൽ വന്നാൽ, സുമ്മ ലഖീതനി, പിന്നെ നീ എന്നെ വന്ന് കാണുമ്പോൾ, ലാ തുശ്രികു ബി ഷൈഅൻ, നീ ഒന്നും എന്നിൽ പങ്കു ചേർത്തിട്ടില്ല. മുവഹിദാണ്, അള്ളാഹിനെ മാത്രമേ അവൻ വിളിക്കൂ, ഒന്നും അള്ളാഹുവിൽ അവൻ പങ്കു ചേർത്തിട്ടില്ല. അങ്ങനെ മുവഹിദായൊരു മനുഷ്യൻ, അവന് മറ്റു കുറ്റങ്ങൾ ധാരാളമുണ്ട്, എന്നാലും ശിർക്കില്ലാതെ തൗഹീദിൽ വിശ്വസിച്ചുകൊണ്ട് പടച്ചവൻ്റെ അടുക്കലേക്ക് എത്തിയാൽ ലഅതൈതുക ബിഖുറാബിഹാ മഗ്ഫിറ, ആ ഭൂമി നിറയെ പാപമോചനവുമായി, പാപത്തിൽ നിന്നുള്ള മുക്തിയുമായി നിന്നെ ഞാൻ അങ്ങോട്ട് സമീപിക്കും. അപ്പോൾ പടച്ചവനെ എൻ്റെ അടുക്കൽ വിജയിക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി ശിർക്കില്ലാതിരിക്കുക എന്നുള്ളതാണ്. വിശ്വാസത്തിലും കർമ്മങ്ങളിലും
അള്ളാഹുവിൽ പങ്കുചേർക്കാതിരിക്കുക എന്നതാണ്. അങ്ങനെയുള്ള യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. എല്ലാ കുറ്റങ്ങളും അള്ളാഹു മാപ്പാക്കി തരുമാറാകട്ടെ. മരണത്തിന് മുമ്പ് ഏറ്റവും പശ്ചാത്താപമുള്ള ഒരു മനസ്സായി മാറാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് തരുമാറാകട്ടെ. اللهم تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا اغفر لنا يا غافر المذنبين. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اجعل جمعنا هذا جمعا مرحوما واجعل تفرقنا من بعده تفرقا معصوما. اللهم لا تجعل معنا ولا فينا شقيا ولا محروما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين. اللهم صل وسلم وبارك على عبدك ورسولك محمد.